ഹായ് ഫ്രണ്ട്സ്, ഈ ടോപ്പിക്കിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് വിവരാവകാശ നിയമത്തെക്കുറിച്ചാണ്. നമുക്കറിയാം, മിക്ക പരീക്ഷയ്ക്കും ചോദ്യങ്ങൾ വരുന്ന ഒരു ഭാഗമാണ് വിവരാവകാശ നിയമം. നമുക്ക് ടോപ്പിക്കിലേക്ക് പോകാം. ആദ്യം വിവരാവകാശ നിയമം എന്താണെന്ന് നോക്കാം. പൊതു അധികാര സ്ഥാപനങ്ങളുടെ കൈവശമുള്ള വിവരങ്ങൾ ഇന്ത്യയിലെ എല്ലാ പൗരന്മാർക്കും ലഭ്യമാക്കുന്ന നിയമമാണ് വിവരാവകാശ നിയമം. പൊതു അധികാര സ്ഥാപനങ്ങളുടെ കൈവശമുള്ള വിവരങ്ങൾ ഇന്ത്യയിലെ എല്ലാ പൗരന്മാർക്കും ലഭ്യമാക്കുന്ന നിയമമാണ് വിവരാവകാശ നിയമം എന്ന് പറയുന്നത്. നമ്മുടെ ജനാധിപത്യത്തിന്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്ന നിയമമാണ് വിവരാവകാശ നിയമം. നമ്മുടെ ജനാധിപത്യത്തിന്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്ന നിയമമാണ് വിവരാവകാശ നിയമം. അഴിമതി നിയന്ത്രിക്കുന്നതിനും ഉദ്യോഗസ്ഥർക്കിടയിൽ ഉത്തരവാദിത്ത ബോധമുണ്ടാക്കുന്നതിനും ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾ സുതാര്യമാക്കുന്നതിനുമായി പാസാക്കപ്പെട്ട നിയമമാണ് വിവരാവകാശ നിയമം. അഴിമതി നിയന്ത്രിക്കുന്നതിനും ഉദ്യോഗസ്ഥർക്കിടയിൽ ഉത്തരവാദിത്ത ബോധമുണ്ടാക്കുന്നതിനും ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾ സുതാര്യമാക്കുന്നതിനുമായി പാസാക്കപ്പെട്ട നിയമമാണ് വിവരാവകാശ നിയമം എന്ന് പറയുന്നത്. ലോകത്തിലാദ്യമായി വിവരാവകാശ നിയമം പാസാക്കിയ രാജ്യം സ്വീഡൻ. സ്വീഡനാണ് ലോകത്തിൽ ആദ്യമായി വിവരാവകാശ നിയമം പാസാക്കിയ രാജ്യം. വിവരാവകാശ നിയമം പാസാക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം തമിഴ്നാട്. 1997 തമിഴ്നാടാണ് വിവരാവകാശ നിയമം പാസാക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം. 1997 തമിഴ്നാട് ഈ നിയമം പാസാക്കിയത്. ഇന്ത്യയിലെ വിവരാവകാശ നിയമത്തിന്റെ മുൻഗാമി എന്നറിയപ്പെടുന്ന നിയമം ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട് 2002. 2002 ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട് ആണ് ഇന്ത്യയിലെ വിവരാവകാശ നിയമത്തിന്റെ മുൻഗാമി എന്നറിയപ്പെടുന്ന നിയമം. സർക്കാർ സ്ഥാപനങ്ങളുടെയും സർക്കാർ ധനസഹായം നൽകുന്ന സ്ഥാപനങ്ങളുടെയും വിശ്വസ്തതയും സുതാര്യതയും വർദ്ധിപ്പിക്കുക, അതുപോലെ അഴിമതി ഇല്ലാതാക്കുക എന്നിവയാണ് വിവരാവകാശ നിയമത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ. സർക്കാർ സ്ഥാപനങ്ങളുടെയും സർക്കാർ ധനസഹായം നൽകുന്ന സ്ഥാപനങ്ങളുടെയും വിശ്വസ്തതയും സുതാര്യതയും വർദ്ധിപ്പിക്കുക, അതുപോലെ അഴിമതി ഇല്ലാതാക്കുക എന്നിവയാണ് വിവരാവകാശ നിയമത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ. ദേശീയ തലത്തിൽ നിലവിൽ വരുന്നതിന് മുമ്പ് തന്നെ വിവരാവകാശ നിയമം പാസാക്കിയ സംസ്ഥാനങ്ങളുടെ അല്ലെങ്കിൽ കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ എണ്ണം 9 ആണ്. 9 സംസ്ഥാനങ്ങളിൽ അല്ലെങ്കിൽ കേന്ദ്രഭരണ പ്രദേശങ്ങളിലാണ് ദേശീയ തലത്തിൽ നിലവിൽ വരുന്നതിന് മുമ്പ് തന്നെ വിവരാവകാശ നിയമം പാസാക്കിയിട്ടുള്ളത്. അവ ഏതൊക്കെയാണെന്ന് നോക്കാം നമുക്ക്. 1 തമിഴ്നാട് 1997. 2 ഗോവ 1997. 3 രാജസ്ഥാൻ 2000. 4 കർണാടക 2000. 5 ഡൽഹി 2001. 6 അസം 2002. 7 മഹാരാഷ്ട്ര 2002. 8 മധ്യപ്രദേശ് 2003. 9 ജമ്മു ആൻഡ് കാശ്മീർ 2004. 1 തമിഴ്നാട്, 2 ഗോവ, 3 രാജസ്ഥാൻ, 4 കർണാടക, 5 ഡൽഹി, 6 അസം, 7 മഹാരാഷ്ട്ര, 8 മധ്യപ്രദേശ്, 9 ജമ്മു ആൻഡ് കാശ്മീർ എന്നീ സംസ്ഥാനങ്ങളിൽ അല്ലെങ്കിൽ കേന്ദ്രഭരണ പ്രദേശങ്ങളിലാണ് ദേശീയ തലത്തിൽ നിലവിൽ വരുന്നതിന് മുമ്പ് തന്നെ വിവരാവകാശ നിയമം പാസാക്കിയിട്ടുള്ളത്. വിവരാവകാശ നിയമം പാർലമെന്റ് പാസാക്കുന്നതിന് പ്രേരക ശക്തിയായ സംഘടന മസ്ദൂർ കിസാൻ ശക്തി സംഘടൻ. വിവരാവകാശ നിയമം പാർലമെന്റ് പാസാക്കുന്നതിന് പ്രേരക ശക്തിയായ സംഘടനയാണ് മസ്ദൂർ കിസാൻ ശക്തി സംഘടൻ. മസ്ദൂർ കിസാൻ ശക്തി സംഘടന സ്ഥാപിക്കുന്നതിന് നേതൃത്വം നൽകിയ വ്യക്തി അരുണ റോയ്. അരുണ റോയിയാണ് മസ്ദൂർ കിസാൻ ശക്തി സംഘടന സ്ഥാപിക്കുന്നതിന് നേതൃത്വം നൽകിയ വ്യക്തി. അരുണ റോയ് മസ്ദൂർ കിസാൻ ശക്തി സംഘടൻ സ്ഥാപിക്കപ്പെട്ട സംസ്ഥാനം രാജസ്ഥാൻ. രാജസ്ഥാനിലാണ് അരുണ റോയ് മസ്ദൂർ കിസാൻ ശക്തി സംഘടൻ എന്ന ഈ സംഘടന സ്ഥാപിച്ചത്. വിവരാവകാശ നിയമം പാർലമെന്റ് പാസാക്കിയത് 2005
ജൂൺ 15-ന്. 2005 ജൂൺ 15-നാണ് വിവരാവകാശ നിയമം പാർലമെന്റ് പാസാക്കിയത്. വിവരാവകാശ നിയമം നിലവിൽ വന്നത് 2005 ഒക്ടോബർ 12-ന്. 2005 ഒക്ടോബർ 12-നാണ് വിവരാവകാശ നിയമം നിലവിൽ വന്നത്. 2005 ജൂൺ 15-ന് പാർലമെന്റ് വിവരാവകാശ നിയമം പാസാക്കിയെങ്കിലും നിലവിൽ വന്നത് 2005 ഒക്ടോബർ 12-നാണ്. വിവരാവകാശ നിയമത്തിൽ ഒപ്പുവെച്ച ഇന്ത്യൻ രാഷ്ട്രപതി ഡോക്ടർ APJ അബ്ദുൽ കലാം. വിവരാവകാശ നിയമത്തിൽ ഒപ്പുവെച്ച ഇന്ത്യൻ രാഷ്ട്രപതിയാണ് ഡോക്ടർ APJ അബ്ദുൽ കലാം. വിവരാവകാശ നിയമം പാസാക്കുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ്. ഡോക്ടർ മൻമോഹൻ സിംഗ് ആയിരുന്നു വിവരാവകാശ നിയമം പാസാക്കുമ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി. വിവരാവകാശ നിയമത്തിലെ അധ്യായങ്ങളുടെ എണ്ണം 6. വിവരാവകാശ നിയമത്തിലെ അധ്യായങ്ങളുടെ എണ്ണം 6. വകുപ്പുകളുടെ എണ്ണം 31. ഷെഡ്യൂളുകളുടെ എണ്ണം 2. വിവരാവകാശ നിയമത്തിലെ അധ്യായങ്ങളുടെ എണ്ണം 6 ആണ്. വകുപ്പുകളുടെ എണ്ണം 31. ഷെഡ്യൂളുകളുടെ എണ്ണം 2. വിവരാവകാശ നിയമത്തിലെ അധ്യായങ്ങളുടെ എണ്ണം 6. വകുപ്പുകളുടെ എണ്ണം 31. ഷെഡ്യൂളുകളുടെ എണ്ണം 2. വിവരാവകാശ നിയമം ഒരു മൗലിക അവകാശമാണെന്ന് സുപ്രീം കോടതി പ്രഖ്യാപിച്ചത് ഏത് അനുച്ഛേദ പ്രകാരമാണ്? അനുച്ഛേദം 19(1)(a) അഭിപ്രായ സ്വാതന്ത്ര്യം. വിവരാവകാശ നിയമം ഒരു മൗലികാവകാശമാണെന്ന് സുപ്രീം കോടതി പ്രഖ്യാപിച്ചത് ഏത് അനുച്ഛേദ പ്രകാരമാണ്? അനുച്ഛേദം 19(1)(a) അഭിപ്രായ സ്വാതന്ത്ര്യം. വിവരാവകാശ നിയമപ്രകാരം വിവരം ലഭിക്കുന്നതിന് ആർക്കാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്? പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് അല്ലെങ്കിൽ അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക്. വിവരാവകാശ നിയമപ്രകാരം വിവരം ലഭിക്കുന്നതിന് അപേക്ഷ സമർപ്പിക്കേണ്ടത് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് അല്ലെങ്കിൽ അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക്. അപേക്ഷ സമർപ്പിച്ചത് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കാണെങ്കിൽ മറുപടി ലഭിക്കേണ്ടത് 30 ദിവസത്തിനുള്ളിൽ. അപേക്ഷ സമർപ്പിച്ചത് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കാണെങ്കിൽ 30 ദിവസത്തിനുള്ളിൽ മറുപടി ലഭിക്കണം. അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കാണെങ്കിൽ 35 ദിവസത്തിനുള്ളിൽ. അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കാണ് അപേക്ഷ സമർപ്പിച്ചതെങ്കിൽ 35 ദിവസത്തിനുള്ളിലാണ് മറുപടി ലഭിക്കേണ്ടത്. ഒരു അപേക്ഷയിലൂടെ ഒന്നിലധികം വിവരങ്ങൾ ആവശ്യപ്പെടാവുന്നതാണ്. അതായത് നമുക്ക് ഒരു അപേക്ഷയിൽ തന്നെ ഒന്നിലധികം വിവരങ്ങളെ കുറിച്ചുള്ള കാര്യങ്ങൾ നമുക്ക് ആവശ്യപ്പെടാവുന്നതാണ്. വിവരാവകാശ നിയമപ്രകാരം വിവരം തിരക്കുന്നതിനുള്ള അപേക്ഷാ ഫീസ് അല്ലെങ്കിൽ അപേക്ഷാ ഫോമിൽ ഒട്ടിക്കേണ്ട കോർട്ട് ഫീ സ്റ്റാമ്പിന്റെ മൂല്യം 10 രൂപ. 10 രൂപയുടെ കോർട്ട് ഫീ സ്റ്റാമ്പ് അല്ലെങ്കിൽ 10 രൂപയാണ് നമ്മൾ വിവരാവകാശ നിയമപ്രകാരം വിവരം തിരക്കുന്നതിനുള്ള അപേക്ഷ ഫീസ് ആയിട്ട് അടയ്ക്കേണ്ടത്. വിവരാവകാശ ഫീസ് അടക്കുന്ന രീതികൾ: ഒന്ന്, കോർട്ട് ഫീ സ്റ്റാമ്പ് മുഖേന. മറ്റൊന്ന്, ഗവൺമെന്റ് ട്രഷറിയിലൂടെ. അതുമല്ലെങ്കിൽ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ അല്ലെങ്കിൽ അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറുടെ ഓഫീസിൽ നിർദ്ദിഷ്ട റെസിപ്റ്റ് വഴി. കൂടാതെ ഡിമാൻഡ് ഡ്രാഫ്റ്റ് അല്ലെങ്കിൽ ബാങ്ക് ചെക്ക് മുഖേന. അതുമല്ലെങ്കിൽ പോസ്റ്റൽ ഓർഡർ മുഖേന. ഇത്രയും രീതിയിൽ നമുക്ക് വിവരാവകാശത്തിനുള്ള ഫീസ് അടക്കാവുന്ന: ഒന്ന് കോർട്ട് ഫീ സ്റ്റാമ്പ് മുഖേന, മറ്റൊന്ന് ഗവൺമെന്റ് ട്രഷറിയിലൂടെ, മറ്റൊന്ന് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ അല്ലെങ്കിൽ അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറുടെ ഓഫീസിൽ നിർദ്ദിഷ്ട റെസിപ്റ്റ് വഴി. കൂടാതെ ഡിമാൻഡ് ഡ്രാഫ്റ്റ് അല്ലെങ്കിൽ ബാങ്ക് ചെക്ക് മുഖേനയോ അതുമല്ലെങ്കിൽ പോസ്റ്റൽ ഓർഡർ മുഖേനയോ നമുക്ക് ഫീ അടക്കാവുന്നതാണ്. വിവരാവകാശ നിയമപ്രകാരം വിവരം ലഭിക്കാൻ അപേക്ഷാ ഫീസ് നൽകേണ്ടതില്ലാത്തത് ഏത് വിഭാഗത്തിനാണ്? ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർ, അതായത് BPL ആയിട്ടുള്ള ആളുകൾക്ക് വിവരാവകാശ നിയമപ്രകാരം വിവരം ലഭിക്കാൻ അപേക്ഷാ ഫീസ് നൽകേണ്ടതില്ല. ആവശ്യപ്പെടുന്ന വിവരം വ്യക്തിയുടെ ജീവനെയും സ്വാതന്ത്ര്യത്തെയും സംബന്ധിച്ചുള്ളതാണെങ്കിൽ മറുപടി നൽകേണ്ടത് 48 മണിക്കൂറിനുള്ളിൽ. 48 മണിക്കൂറിനുള്ളിൽ മറുപടി നൽകണം. ഇങ്ങനെയുള്ള അപേക്ഷ ആണെങ്കിൽ ആവശ്യപ്പെടുന്ന വിവരം വ്യക്തിയുടെ ജീവനെയും സ്വാതന്ത്ര്യത്തെയും സംബന്ധിച്ചുള്ളതാണെങ്കിൽ. മൂന്നാം കക്ഷിയുടെ വിവരം ഉൾപ്പെടുന്നതാണെങ്കിൽ മറുപടി നൽകേണ്ടത് 40 ദിവസത്തിനുള്ളിൽ. മൂന്നാമത്
ഒരാളുടെ കാര്യത്തെക്കുറിച്ചാണ് നമുക്ക് വിവരം ലഭിക്കേണ്ടതെങ്കിൽ അതിനുള്ള മറുപടി നൽകേണ്ടത് 40 ദിവസത്തിനുള്ളിലാണ്. മൂന്നാം കക്ഷിയോട് അഭിപ്രായം ആരായാൻ വേണ്ട സമയപരിധി 5 ദിവസം. മൂന്നാം കക്ഷിയോട് അഭിപ്രായം ആരായാൻ വേണ്ട സമയപരിധിയാണ് 5 ദിവസം. മൂന്നാം കക്ഷിക്ക് മറുപടി നൽകാനുള്ള സമയപരിധി 10 ദിവസം. മൂന്നാം കക്ഷിക്ക് മറുപടി നൽകാനുള്ള സമയപരിധി 10 ദിവസമാണ്. അപേക്ഷ മറ്റൊരു വിവരാധികാരിക്ക് കൈമാറാനുള്ള സമയപരിധി 5 ദിവസം. നമ്മൾ കൊടുത്ത അപേക്ഷ മറ്റൊരു വിവരാധികാരിക്ക് കൈമാറാനുള്ള സമയപരിധി 5 ദിവസമാണ്. സമയപരിധിക്കുള്ളിൽ ശരിയായ വിവരം നൽകുന്നതിൽ വീഴ്ച വരുത്തുന്ന പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ അടയ്ക്കേണ്ട പിഴ ഒരു ദിവസത്തേക്ക് 250 രൂപ. സമയപരിധിക്കുള്ളിൽ ശരിയായ വിവരം നൽകുന്നതിൽ വീഴ്ച വരുത്തുന്ന പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ അടയ്ക്കേണ്ട പിഴത്തുക ഒരു ദിവസത്തേക്ക് 250 രൂപയാണ്. പരമാവധി പിഴ 25,000 രൂപ വരെ. ഇങ്ങനെ വീഴ്ച വരുത്തിയാൽ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ അടയ്ക്കേണ്ട പിഴത്തുകയുടെ പരമാവധി പിഴയാണ് 25,000 രൂപ. ഒന്നാം അപ്പീൽ നൽകേണ്ടത് മറുപടി ലഭിച്ച് അല്ലെങ്കിൽ മറുപടി ലഭിക്കേണ്ട സമയപരിധി അവസാനിച്ച് 30 ദിവസത്തിനുള്ളിൽ. നമുക്ക് മറുപടി കിട്ടി അല്ലെങ്കിൽ മറുപടി ലഭിക്കേണ്ട സമയപരിധി കഴിഞ്ഞ് 30 ദിവസത്തിനുള്ളിലാണ് നമ്മൾ ഇതിന് അപ്പീൽ നൽകേണ്ടത്. ഒന്നാം അപ്പീൽ തീർപ്പാക്കേണ്ടത് 30 ദിവസത്തിനുള്ളിൽ. നമുക്കിങ്ങനെ അപ്പീൽ കൊടുത്തു കഴിഞ്ഞാൽ അത് തീർപ്പാക്കി കിട്ടേണ്ടത് 30 ദിവസത്തിനുള്ളിലാണ്. മതിയായ കാരണം രേഖപ്പെടുത്തിയാൽ ഒന്നാം അപ്പീൽ തീർപ്പാക്കേണ്ടത് 45 ദിവസത്തിനുള്ളിൽ. മതിയായ കാരണം രേഖപ്പെടുത്തിയാൽ ഒന്നാം അപ്പീൽ തീർപ്പാക്കേണ്ടത് 45 ദിവസത്തിനുള്ളിലാണ്. രണ്ടാം അപ്പീൽ സമർപ്പിക്കേണ്ടത് 90 ദിവസത്തിനുള്ളിൽ. രണ്ടാം അപ്പീൽ സമർപ്പിക്കേണ്ടത് 90 ദിവസത്തിനുള്ളിലാണ്. കേന്ദ്ര സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ രണ്ടാം അപ്പീൽ തീർപ്പാക്കേണ്ട സമയപരിധി നിഷ്കർഷിച്ചിട്ടില്ല. അതായത് ഒന്നാം അപ്പീൽ തീർപ്പാക്കേണ്ടത് 45 ദിവസത്തിനുള്ളിലാണെങ്കിൽ രണ്ടാം അപ്പീൽ തീർപ്പാക്കേണ്ടതിനുള്ള സമയപരിധി തീരുമാനിച്ചിട്ടില്ല. വിവരാവകാശ നിയമ ഭേദഗതി ബിൽ 2019 ലോക്സഭയിൽ അവതരിപ്പിച്ചത് 2019 ജൂലൈ 19-നാണ്. 2019 ജൂലൈ 19-നാണ് വിവരാവകാശ നിയമ ഭേദഗതി ബിൽ 2019 ലോക്സഭയിൽ അവതരിപ്പിച്ചത്. ലോക്സഭയിൽ അവതരിപ്പിച്ച വ്യക്തി ജിതേന്ദ്ര സിംഗ്. ലോക്സഭയിൽ ബിൽ അവതരിപ്പിച്ച വിവരാവകാശ ബിൽ 2019 വിവരാവകാശ ബിൽ അവതരിപ്പിച്ച വ്യക്തിയാണ് ജിതേന്ദ്ര സിംഗ്. ലോക്സഭ പാസാക്കിയത് ജൂലൈ 22-ന്. 2019 ജൂലൈ 22-നാണ് ലോക്സഭ ഈ ബിൽ പാസാക്കിയിട്ടുള്ളത്. രാജ്യസഭ പാസാക്കിയത് 2019 ജൂലൈ 25-ന്. ലോക്സഭയിൽ 2019 ജൂലൈ 22-ന് പാസാക്കി. അതുപോലെ തന്നെ 2019 ജൂലൈ 25-നാണ് രാജ്യസഭയിൽ പാസാക്കിയത്. രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ഒപ്പുവെച്ചത് 2019 ഓഗസ്റ്റ് 1-ന്. 2019 ഓഗസ്റ്റ് 1-നാണ് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ബില്ലിൽ ഒപ്പുവെച്ചത്. 2019 ഭേദഗതി പ്രകാരം ദേശീയ അല്ലെങ്കിൽ സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണർമാരുടെയും മറ്റു വിവരാവകാശ കമ്മീഷണർമാരുടെയും കാലാവധി തീരുമാനിക്കുന്നത് കേന്ദ്ര സർക്കാരാണ്. മുമ്പ് ഇത് 5 വർഷമായിരുന്നു, അല്ലെങ്കിൽ 65 വയസ്സായിരുന്നു. 2019 RTI റൂൾസ് പ്രകാരം ഇത് 3 വർഷമാക്കി ചുരുക്കി. അതായത് മുമ്പ് 5 വർഷം അല്ലെങ്കിൽ 65 വയസ്സുണ്ടായിരുന്നത് ഇപ്പോൾ 3 വർഷമാക്കി ചുരുക്കിയിട്ടുണ്ട്. കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറുടെ മാസ ശമ്പളം 2,50,000 രൂപ. കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറുടെ മാസ ശമ്പളമാണ് 2,50,000 രൂപ. കേന്ദ്ര വിവരാവകാശ കമ്മീഷണർമാർ അല്ലെങ്കിൽ സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ അല്ലെങ്കിൽ സംസ്ഥാന വിവരാവകാശ കമ്മീഷണർമാർ എന്നിവരുടെ മാസ ശമ്പളം 2,25,000 രൂപ. കേന്ദ്ര വിവരാവകാശ കമ്മീഷണർമാർ അല്ലെങ്കിൽ സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണർ അല്ലെങ്കിൽ സംസ്ഥാന വിവരാവകാശ കമ്മീഷണർമാർ ഇവരുടെയൊക്കെ ശമ്പളം എന്ന് പറയുന്നത് 2,25,000 രൂപയാണ്. കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറുടെ മാസശമ്പളം എന്ന് പറയുന്നത് 2,50,000 രൂപ. മറ്റുള്ളത് 2,25,000 രൂപ. ദേശീയ സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ അംഗങ്ങളുടെ ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും തീരുമാനിക്കുന്നത് കേന്ദ്ര സർക്കാർ.
കേന്ദ്ര സർക്കാരാണ് ദേശീയ തലത്തിൽ അല്ലെങ്കിൽ സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ അംഗങ്ങളുടെ ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്.